തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ഈ 4 ജില്ലകൾ ഉൾപ്പെടുന്ന തെക്കൻ കേരളമാണ് എല്ലാ മുന്നണികളുടെയും ലക്ഷ്യം. തെക്കൻ കേരളത്തിൽ ആര് മുന്നിലെത്തുന്നുവോ അവർ കേരളത്തിൻ്റെ ഭരണാധികാരികളാകും എന്നാണ് വിശ്വാസം. അതുതന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം LDFന് വലിയ ഭൂരിപക്ഷമാണ് തിരുവനന്തപുരത്തും കൊല്ലത്തും പത്തനംതിട്ടയിലും ആലപ്പുഴയിലുമെല്ലാം ലഭിച്ചത്. തലസ്ഥാന നഗരിയിൽ ഒരിടത്ത് മാത്രമാണ് UDFന് വിജയിക്കാൻ കഴിഞ്ഞത്. ബാക്കിയുള്ളിടത്തെല്ലാം തന്നെ LDF അവരുടെ മേധാവിത്വം നിലനിർത്തി എന്ന് പറയുന്നതായിരിക്കും ശരി. കൊല്ലത്തും അതുതന്നെ ആവർത്തിച്ചു. പത്തനംതിട്ടയിലാകട്ടെ ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ UDFന് കഴിഞ്ഞില്ല. ആലപ്പുഴയിലും ഇടതു മുന്നണിക്ക് ശക്തമായ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞു. എന്നാൽ ഇത്തവണ ഇതിൽ മാറ്റമുണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് UDFന് ഉള്ളത്. കഴിഞ്ഞ പ്രാവശ്യം സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ വീഴ്ചകളാണ് വലിയ പരാജയത്തിന് വഴിവെച്ചതെന്നാണ് UDF നേതാക്കന്മാർ പറയുന്നത്. ഇത്തവണ അതെല്ലാം പരിഹരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തും കൊല്ലത്തും പത്തനംതിട്ടയിലും ആലപ്പുഴയിലും മേൽക്കൈ നേടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ UDFനുണ്ട്, കോൺഗ്രസിനുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ പാറശാല മുതൽ വർക്കല വരെ വരുന്ന മണ്ഡലത്തിൽ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിലുള്ള നേട്ടം LDFും UDFും പരസ്പരം അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇരുവർക്കും തുല്യ തരത്തിലുള്ള ഒരു വിജയം നേടാൻ കഴിഞ്ഞു എന്നതിനപ്പുറത്തേക്ക് വലിയ മേൽക്കൈ ആർക്കും തന്നെ ഇല്ലായിരുന്നു. എന്നാൽ BJPയാണ് അവിടെ നേട്ടം കൊയ്തത്. തിരുവനന്തപുരം കോർപ്പറേഷൻ BJPക്ക് ലഭിക്കുന്നു. ചരിത്രത്തിലാദ്യമായി, കേരളത്തിലാദ്യമായി BJP ഒരു കോർപ്പറേഷൻ്റെ ഭരണം പിടിച്ചെടുക്കുന്നു എന്നുള്ളത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ നേട്ടമായി. ആ നേട്ടം തിരുവനന്തപുരം ജില്ലയിൽ മറ്റേതെങ്കിലും നിയമസഭാ മണ്ഡലങ്ങളിൽ ആവർത്തിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നേമവും കഴക്കൂട്ടവും വട്ടിയൂർക്കാവുമൊക്കെ അവരുടെ പ്രതീക്ഷാ മണ്ഡലങ്ങളായി നിലനിർത്തിപ്പോരുന്നത്. അതേസമയം ഇടതുമുന്നണിയാകട്ടെ ഇത്തവണയും BJPക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയാത്ത തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അവകാശവാദം ഉന്നയിക്കുന്നത്. വിജയം ആവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച് വിജയിച്ച എല്ലാവരെയും ഇത്തവണയും സ്ഥാനാർത്ഥികളാക്കിയിട്ടുണ്ട്. ചിലർക്കെതിരെ ആരോപണങ്ങളുണ്ടായിരുന്നിട്ടും ആ ആരോപണങ്ങളെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇത്തവണ തിരുവനന്തപുരം ജില്ലയിൽ മത്സരിച്ച് ജയിച്ച സ്ഥാനാർത്ഥികളെയെല്ലാം തന്നെ നിലനിർത്തിയത്. UDF ആകട്ടെ ചില പുതുമുഖങ്ങളെ ഉൾപ്പെടെയുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ BJPയുടെ മുന്നോട്ടു പോക്കിന് തടയിടാനും ഒപ്പം LDFിൽ നിന്ന് വിജയം തട്ടിയെടുക്കാനുമുള്ള തരത്തിലുള്ള നീക്കം നടത്തിയിട്ടുണ്ടെന്ന് കോൺഗ്രസും അവകാശപ്പെടും. അവരുടെ മുതിർന്ന നേതാക്കന്മാർ മുതൽ യുവ നേതാക്കന്മാർ വരെ ഇത്തവണ തിരുവനന്തപുരം ജില്ലയിൽ മത്സരത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ജില്ലയിൽ എല്ലാവരും ഒരേപോലെ തന്നെ വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. കൊല്ലത്തേക്ക് വരുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കരുനാഗപ്പള്ളിയും കുണ്ടറയും മാത്രമാണ് UDFനൊപ്പം നിന്നത്. ബാക്കിയുള്ള മണ്ഡലങ്ങളെല്ലാം LDFന് ഒപ്പമായിരുന്നു. ഇത്തവണ ആ പതിവ് മാറും എന്നാണ് കോൺഗ്രസ് പറയുന്നത്. വലിയ തരത്തിലുള്ള മത്സരങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന് കോൺഗ്രസ് അവകാശവാദം ഉന്നയിക്കുന്നു. പ്രത്യേകിച്ചും കൊല്ലം കോർപ്പറേഷൻ UDF പിടിച്ചെടുത്തു. അതുമാത്രവുമല്ല BJPക്ക് അവിടെ വലിയ തരത്തിലുള്ള വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. അതേസമയം ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും കാര്യമായ ഒരു മുന്നേറ്റം ഇടത് ഐക്യജനാധിപത്യ മുന്നണികൾക്കില്ല എങ്കിൽ പോലും തന്നെയും എല്ലാവരും തുല്യത പാലിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. കൊല്ലത്തും തിരുവനന്തപുരത്തും ജില്ലാ പഞ്ചായത്തുകൾ LDFന് ഒപ്പമാണ്. ഇനി പത്തനംതിട്ട ജില്ലയിലേക്ക് വരികയാണെങ്കിൽ എല്ലാ പ്രാവശ്യവും കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന പത്തനംതിട്ട ജില്ല ഇത്തവണ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേക്കും പൂർണ്ണമായും UDFൻ്റെ അല്ലെങ്കിൽ UDFനൊപ്പം മാറിയെന്ന് പറയേണ്ടി വരും. ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഗ്രാമപഞ്ചായത്തുകളിലുമൊക്കെ തന്നെ UDFന് ഏകാധിപത്യം ഉറപ്പിക്കാൻ കഴിയും. ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലും കടുത്ത മത്സരമാണ്. ആലപ്പുഴയിലേക്ക് എത്തുമ്പോൾ ആലപ്പുഴയിലും ഇരു മുന്നണികൾക്കും തുല്യ തരത്തിലുള്ള അവകാശവാദം ഉന്നയിക്കുന്നുണ്ടെങ്കിലും ആലപ്പുഴയിലെ കല്ലുകടി G. സുധാകരൻ CPM വിട്ടിറങ്ങി സ്വതന്ത്രനായി UDFനൊപ്പം മത്സരിക്കുന്നതാണ്. അമ്പലപ്പുഴയിൽ G. സുധാകരൻ വിജയിച്ചാൽ അത് CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായിരിക്കും. ആ തിരിച്ചടി നേരിടുന്നതിന് വേണ്ടി പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തെ ഉൾപ്പെടെ ആ മണ്ഡലത്തിൽ ഉപയോഗിച്ചുകൊണ്ട് വോട്ട് ചോരുന്നത് തടയുന്നതിന് വേണ്ടി കൃത്യമായ നീക്കങ്ങൾ ഇടതു മുന്നണിയും നടത്തുന്നുണ്ട്. അങ്ങനെ ഈ 4 ജില്ലകളിലും ആരാണോ മേധാവിത്വം ഉറപ്പിക്കുന്നത് അവർ തന്നെയായിരിക്കും കേരളത്തിൻ്റെ ഭരണാധികാരികളാകാൻ പോകുന്നത് എന്നുള്ള വിശ്വാസം ഇടതു മുന്നണിക്കും വലതു മുന്നണിക്കുമുണ്ട്. അതേസമയം തെക്കൻ കേരളത്തിൽ 2016 അക്കൗണ്ട് തുറന്ന BJP ഇത്തവണയും ആ അക്കൗണ്ട് തുറന്നതിനപ്പുറത്തേക്ക് കൂടുതൽ സീറ്റുകൾ നേടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ
തിരുവനന്തപുരം ജില്ലയിലും കൊല്ലം ജില്ലയിലുമൊക്കെ തന്നെ BJPയും മുന്നോട്ട് വയ്ക്കുന്നു. എന്തായാലും തെക്കൻ ജില്ലയിലെ മത്സരങ്ങൾ തീ പാറുന്നത് തന്നെയാണ്.